ഞാനിങ്ങനെ അതിമനോഹരമായി കടൽ തീരത്തിലൂടെ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഈ കടൽ ഇത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഈ കടൽക്കാറ്റുകളും ഈ കടലിലെ തിരമാലകളിലും ഈ കടലിലെ കടന്നു പോകുന്ന കഥയും എല്ലാം അതിമനോഹരമായിരിക്കുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് കുറച്ച് മുമ്പേ കുറച്ച് പട്ടികളൊക്കെ ആണെങ്കിൽ എന്നെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഈ കടൽ തീരത്തിലുള്ള. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കടലിൻ്റെ വെള്ളത്തിലോട്ട് ഇറങ്ങി. കാരണം ഈ പട്ടികളൊന്നും വെള്ളത്തിലോട്ട് ഇറങ്ങൂല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ആ പട്ടികൾ അതിൻ്റെ അടുത്ത് വരെ വന്നു. ഭാഗ്യത്തിന് അത് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, വെള്ളം അതിന് പേടിയാണെന്ന് മനസ്സിലായി. ചുമ്മാ എന്തിനാണ് ഞാൻ വെറുതെ പട്ടിയുടെ കടിയും വാങ്ങിച്ച് പിടിച്ചിട്ട് ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് പണ്ട് ഒരു പട്ടി എൻ്റെ കാലിലോട്ട് നക്കിയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇതിപ്പോൾ നല്ല വെയിലുണ്ട്, ഞാൻ നടന്ന് നല്ല ദാഹിച്ചിരിക്കുകയാണ്, എൻ്റെ തൊണ്ടയൊക്കെ വരണ്ടിരിക്കുക. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഒരു നാടൻ പട്ടി ഫ്രണ്ട് മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ഒരു ആവശ്യത്തിന് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്ത് മാത്രം നിന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ സമയമായപ്പോഴേക്കും ഒരു നനവ്. ഞാൻ നോക്കിയപ്പോൾ പിറം കാലിൽ ഈ പട്ടി വന്ന് നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയി. പക്ഷെ ഒന്നും ചെയ്തില്ല, പാവം. അപ്പോഴേക്കും വീട്ടിൽ വളർത്തുന്ന പട്ടിയായതുകൊണ്ട് പേടിക്കാൻ തന്നെ ഒന്നുമില്ല. എന്നാലും എനിക്കാണെങ്കിൽ കുറച്ച് ഫോബിയൊക്കെ ഉള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പേടിയാണ്. അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ പട്ടി എങ്ങാനും ഇനി അടുത്ത് വല്ല വൈറസോ മറ്റേ വിഷബാധ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകത്തില്ലേ? പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പട്ടീനെ ഒബ്സർവ് ചെയ്താൽ മതി 24 മണിക്കൂറോ അങ്ങനെ. അതുകൊണ്ട് ഞാൻ 24 മണിക്കൂറല്ല, ഞാനൊരു 5 ദിവസം തന്നെ ഒബ്സർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ 5 ദിവസവും ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ കറക്റ്റ് വീട്ടിൽ പോകുമായിരുന്നു, ഹാജർ രേഖപ്പെടുത്തുമായിരുന്നു. ചുമ്മാ കൂടെ പോയിട്ട് ആൻറ്റി സുഖമാണോ, അവിടെ ഞാനിങ്ങനെ പോയിട്ട് വരില്ല. ഞാൻ പോയിട്ട് എന്നിട്ട് പിന്നെ ഒരു ദിവസം പോയപ്പോഴേക്കും ആ പട്ടി അവിടെ ഇല്ല. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ ചോദിച്ചു, ആ പട്ടി എവിടെ ആൻറ്റി? നല്ല പട്ടിയേട്ടാ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ ഞാൻ അവിടുത്തേക്ക് ഇങ്ങനെ അന്വേഷണമൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവരാണെങ്കിൽ അത് അപ്പുറത്തുണ്ടല്ലോ. അപ്പോഴാണ് നെഞ്ചിലെ കല്ലിറങ്ങിയത്. ഭാഗ്യം അതിനൊന്നും പറ്റിയിട്ടില്ല. ഈ പട്ടിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും ദിവസം. കാരണം വേറെ ഒന്നുമില്ല, മെനക്കേടായി. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ചുമ്മാ അവിടെ റോഡിൽ കിടന്ന ഒരു പട്ടീനെ ആ പെങ്കൊച്ചാണെങ്കിൽ ഒന്ന് കണ്ടപ്പോൾ തന്നെ അപ്പുറത്തോട്ടൊന്ന് ചാടി. ഇത് കണ്ടിട്ട് ആ പട്ടി നൈസായിട്ട് പോയി ഒരു കടി കൊടുത്ത് പേടിച്ച് അങ്ങോട്ട് ചാടിയുണ്ട്. പിന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് ആ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ 5 ഇഞ്ചക്ഷൻ ആയിട്ട് ചുരുക്കിയെന്ന് തോന്നണം. പണ്ടാണെങ്കിൽ മറ്റേ പൊക്കിളിൽ ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കണ്ടേ. ഇതിപ്പോൾ ഈ എത്ര ദിവസം ഗ്യാപ്പ് വെച്ച് അവിടെ ഹാജരായിട്ട് അതിന് മറ്റേ റാബീസ് എന്നാൽ വിഷബാധയ്ക്കെതിരായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. ഇത് മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ടുള്ള കാര്യമാണ്. അങ്ങനെ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ വന്നു. അങ്ങനെ ഒരു